സമയം അർദ്ധരാത്രി. പുറത്ത് കനത്ത മഴയും കാറ്റും. തന്റെ മുറിയിൽ തനിച്ച് ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയായിരുന്നു കിരൺ. പെട്ടെന്ന് ചാർജിലിട്ടിരുന്ന അവന്റെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ സ്ക്രീനിൽ പേരോ നമ്പറോ ഇല്ല, പകരം പ്രൈവറ്റ് നമ്പർ എന്ന് മാത്രം. കിരൺ ഫോൺ എടുത്തു. ഹലോ എന്ന് ചോദിച്ചെങ്കിലും അപ്പുറത്ത് നിന്ന് മറുപടി ഒന്നും വന്നില്ല. ഒരുതരം കിതപ്പും കാറ്റിന്റെ ശബ്ദവും മാത്രം. അവൻ കോൾ കട്ട് ചെയ്തു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും അതേ വിളി വന്നു. ദേഷ്യത്തോടെ കിരൺ കോൾ എടുത്തു. ആരാണിത് എന്നുറക്കെ ചോദിച്ചു. അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീയുടെ ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ചിരി കേട്ടു. അവൾ പറഞ്ഞു, കിരൺ, പുറത്ത് നല്ല മഴയാണ്, എനിക്ക് വാതിൽ തുറന്നു തരില്ലേ? കിരൺ ഭയന്നുപോയി. അവൻ വേഗം പോയി മുൻവാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. വാതിൽ പൂട്ടിയ നിലയിലാണ്. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ മെസ്സേജായി വന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ഗാലറി തുറന്നു. അത് അവന്റെ തന്നെ ലിവിംഗ് റൂമിന്റെ ഫോട്ടോ ആയിരുന്നു. അവൻ നിൽക്കുന്നതിന്റെ തൊട്ടുപിന്നിൽ ഒരു കറുത്ത രൂപം നിഴലായി കാണാം. പെട്ടെന്ന് അവന്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഇത്തവണ അവന്റെ ഫോണിലെ ക്യാമറ തനിയെ ഓണായി. സ്ക്രീനിൽ അവൻ കാണുന്നത് സ്വന്തം മുഖമല്ല, മറിച്ച് അവന്റെ പിറകിൽ നിൽക്കുന്ന ഭീകരരൂപിയായ ഒരു സ്ത്രീയെയാണ്. രാഹുൽ തിരിഞ്ഞു നോക്കും മുൻപേ ലൈറ്റുകൾ അണയുന്നു.